അതെ, നമുക്ക് ചിലപ്പോഴെങ്കിലും ലൈഫിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ തോന്നാറില്ലേ? സന്തോഷം വരുമ്പോൾ ചിലപ്പോൾ തോന്നും, ചിലർക്ക് സങ്കടം വരുമ്പോൾ തോന്നും, ചിലർക്ക് ദേഷ്യം വരുമ്പോൾ തോന്നും. അങ്ങനെ ഞാനാണെങ്കിലും ഉണ്ടല്ലോ, ഞാൻ ജനിച്ച് വളർന്ന വീടാണ് ഈ പുറകെ കാണുന്ന നമ്മുടെ തറവാട്ട് വീട്. ഇവിടെ ഇപ്പോൾ ആരും താമസിക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മളുടെ ഇപ്പോൾ താമസിക്കുന്ന വീടും. എനിക്കാണെങ്കിലും ഈ സന്തോഷവും അതുപോലെ സങ്കടവും അതിൻ്റെയൊക്കെ എക്സ്ട്രീം ലെവലിൽ വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടി വരും. ബട്ട് ഈ കുരിപ്പ് ഇത് പിന്നെ എൻ്റെ സന്തത സഹചാരിയാണല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ വന്നിരിക്കും. ഇവിടെ വന്നിരുന്നിട്ട് ഞങ്ങളുടെ കഥകളൊക്കെ പറഞ്ഞ്, അമ്മ പറയുന്നൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോടേ? ഉണ്ട് കേട്ടോ. നമ്മുടെ ഭാഷയൊക്കെ ഇവർക്കല്ലേ മനസ്സിലാവുള്ളൂ. അതിന് വേണ്ടിയാണല്ലോ ഞാൻ ഇന്നൊരു കോട്ട് വായിച്ചതാട്ടോ. അതായത് ഈ പട്ടിക്കുഞ്ഞുങ്ങളെയൊന്നും പട്ടിക്കുഞ്ഞുങ്ങളായിട്ടല്ല, മനുഷ്യക്കുഞ്ഞുങ്ങളായിട്ടാണ് അത്ര ദൈവം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത്. ആ സമയത്തൊന്നും മനുഷ്യ ബോഡി കിട്ടാത്തതുകൊണ്ടാണ് അത്ര ഇവരെ പട്ടികളായിട്ട് ജനിപ്പിച്ചത്. ഇനി എൻ്റെ സെൽഫി സ്റ്റാൻഡും സെൽഫി സ്റ്റിക്കും ഒക്കെ ഒടിച്ച് കളയണം, അത് തന്നെ ഉദ്ദേശം. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇടി കൊള്ളുമ്പോൾ ഓടിക്കോളും. ഞാൻ പറഞ്ഞു വന്നത് അങ്ങോട്ട് പറയാനും പറ്റിയില്ല. ഇതാണ് നിങ്ങളുടെയൊക്കെ ഒരു സ്നേഹം കേട്ടോ. നമുക്ക് 4 പേര് ആദ്യം ഉണ്ടായിരുന്നു, 4 പട്ടിക്കുഞ്ഞുങ്ങൾ. അയ്യോ എന്ത് രസമായിരുന്നെന്നോ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ദാരുണമായിട്ടുള്ള മരണമായിരുന്നു അതിൽ 2 പേർക്ക്. 2 പേര് അല്ലാണ്ട് പ്രായം ചെന്ന് പോയതാണ്. പക്ഷേ എനിക്കിനി ഒരു ബീഗിളിനെ വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണേ. പക്ഷേ എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ പാടില്ല. എത്ര രൂപയാകും, എവിടെ കിട്ടും, അങ്ങനെയൊന്നും അറിയത്തില്ല. ബീഗിളിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. നമുക്ക് കേരളത്തിൽ എവിടെയാണ്, അല്ലെങ്കിൽ കോട്ടയത്ത് എവിടെയാണ് അടുത്ത് വാങ്ങിക്കാൻ കിട്ടുന്നത്, എത്ര രൂപയാകും എന്നൊക്കെയുള്ളത്. ബൈ.